അങ്ങനെ നമ്മുടെ എല്ലാമായ രോഹിത് ശർമ്മ T20 ക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു, വിരമിച്ചിരിക്കുന്നു, ഫെയർവെൽ നടത്തിയിരിക്കുന്നു. ഇതുപോലെ ഇത്രയും മനോഹരമായ ഒരു ഫെയർവെല്ല് രോഹിത് ശർമ്മ ആയിക്കോട്ടെ വിരാട് കോഹ്ലി ആയിക്കോട്ടെ, ഈ രണ്ടുപേരും വിടവാങ്ങിയിരിക്കുന്നു T20 വേൾഡ് കപ്പിൽ നിന്ന് കേട്ടോ. എന്തായാലും ഇതുപോലുള്ള ബാറ്റ്സ്മാൻമാര് ഒന്നും ഇനി ഉണ്ടാകാൻ വളരെ വിരളമായിരിക്കും. രോഹിത് ശർമ്മ ആയിക്കോട്ടെ വിരാട് കോഹ്ലി ആയിക്കോട്ടെ, ഈ ടൂർണമെന്റിൽ ഉടനീളം നിറം മങ്ങി നിന്ന വിരാട് കോഹ്ലി ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച്. ഫൈനലിൽ ഇന്ത്യ ജയിക്കാനുള്ള മുഖ്യ കാരണം വിരാട് കോഹ്ലി മാൻ ഓഫ് ദി മാച്ച്. എനിക്ക് തോന്നുന്നു 76 റൺസ് അടിച്ചുകൊണ്ട് മാൻ ഓഫ് ദി മാച്ച് കൈപ്പറ്റിക്കൊണ്ട് ഈ പറയുന്ന വേൾഡ് കപ്പ് തന്റെ കൈകളിൽ വെച്ചുകൊണ്ട് വിരാട് കോഹ്ലി പറഞ്ഞു, ഞാൻ ഇനി T20 ഇല്ല, ഞാൻ ഇതെന്റെ അവസാനത്തെ കളിയായിരുന്നു. ആദ്യം പ്രഖ്യാപിച്ചത് വിരാട് കോഹ്ലി ആണെങ്കിൽ പ്രസ് കോൺഫറൻസിൽ നമ്മുടെ മാടൻ രോഹിത് എന്ന് ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന രോഹിത് ശർമ്മയും പറഞ്ഞു, എന്റെയും ഇത് അവസാനത്തെ വേൾഡ് കപ്പ് ആയിരുന്നു, വേൾഡ് കപ്പിലെ എന്റെ അവസാനത്തെ കളിയായിരുന്നു, അവസാനത്തെ മാച്ച് ആയിരുന്നു. T20 വന്നത് മാത്രമാണ്, ഈ പറയുന്ന വൺഡേയിലും ഈ പറയുന്ന ടെസ്റ്റിലും ഇനിയും അവരുണ്ടാകുമെന്നാണ് അതിന്റെ സൂചന. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഇതുപോലൊരു ഫെയർവെല്ല് കൊടുക്കാൻ സാധിച്ചല്ലോ. ഇതുപോലൊരു വിടവാങ്ങൽ വേറെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. ഒരാള് മാൻ ഓഫ് ദി മാച്ച് നേടിയിരിക്കുന്നു, മറ്റൊരാൾ ടീമിന്റെ ക്യാപ്റ്റനായി നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, കപ്പ് ഉയർത്തിയിരിക്കുന്നു. ഇന്ത്യക്ക് ഈ പറയുന്ന വേൾഡ് കപ്പ് കിരീടം നേടിക്കൊടുത്ത ഒരാളാണ്, നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് ആര്, ഈ പറയുന്ന രോഹിത് ശർമ്മ. മനസ്സിലായോ? ഈ പറയുന്ന വൺഡേയിൽ അങ്ങ് തുമ്പിൽ വന്ന് പോയതാണ്. നമുക്ക് ഒരുപാട് നമ്മൾ സങ്കടപ്പെട്ടു അല്ലേ. ഇന്ന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഇന്നെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രോഹിത് ശർമ്മയ്ക്ക് കപ്പ് ഉയർത്താൻ കഴിഞ്ഞത്. വെരി ഗുഡ്. ഒരിക്കൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, കൈയടിക്കാം. അപ്പോൾ ഇന്നലെ നമ്മളെ കണ്ടു, എല്ലാവരും വളരെ സങ്കടത്തോടെ കരഞ്ഞ് എല്ലാവരും കണ്ടു. ഹാർദിക് പാണ്ഡ്യയൊക്കെ ഞാൻ ഒരുപാട് ഈ ഹാർദിക് പാണ്ഡ്യയെ പറയും, ഇപ്പോഴും പറയും, ഭയങ്കര അഹങ്കാരിയാണ്. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ ഇതുപോലത്തെ നിർണായക ഘട്ടങ്ങളിൽ അവൻ കളിക്കുന്നുണ്ട്. ഈ അഹങ്കാരവും കൂടി കുറച്ച് കഴിഞ്ഞാൽ നല്ല മേളിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ്. ഇന്നലെ ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ. ഇവിടെ പലർക്കും പല അഭിപ്രായങ്ങളാണ്. ഇന്ന ആളെ കളിച്ചത് കൊണ്ടാണ് ജയിച്ചത്, അല്ലെങ്കിൽ സൂര്യകുമാറിന്റെ ക്യാച്ചാണ് അവിടെ ഒരു വഴിത്തിരിവായത്, അല്ലെങ്കിൽ ബുംറയുടെ ഓവറാണ് വഴിത്തിരിവായത്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലാസനെ ഔട്ടാക്കിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ നടത്തിയ ആ ഓവറാണ് ഇന്ത്യക്ക് വഴിത്തിരിവായത്, അതാണ് ടേണിംഗ് പോയിന്റ് ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ശരിയാണ്. ആരും എല്ലാം A to Z. ഇന്നലെ ഡക്കായി പോയ ആരാണ് ഈ പറയുന്ന ഋഷഭ് പന്ത് വരെ കൃത്യമായിട്ട് ഈക്വലി അവന്റെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവരിൽ ഒരാള് എല്ലാവർക്കും ഉണ്ട് അവരുടേതായ പങ്കുണ്ട്. ഈ പറയുന്ന ശിവൻ ദുബെ ഫോം വാങ്ങി കിടന്നു, എല്ലാരും കുറ്റം പറഞ്ഞു, അവസാനം അടിച്ചില്ലേ, 10-24 റൺസ് അടിച്ചു വെച്ചില്ലേ, അത് ക്രൂഷ്യലായോ? ആണോ? ഈ പറയുന്ന ഡക്കായി പോയ പിന്നീട് ഋഷഭ് പന്ത് 2 ക്രൂഷ്യലായിട്ടുള്ള കേച്ച് എടുത്തോ? അല്ല, ഒരു കേച്ച് പോയിരുന്നെങ്കിലോ പോവുമായിരുന്നോ? നമ്മൾ ആരും അവിശ്വസനീയമായിരുന്നു ഈ വിജയം. ആരും ഒരു മനുഷ്യൻ പോലും വിചാരിക്കാത്തതാണ് ഇന്ത്യ ജയിച്ചു കയറിയത്. അതായത് 30 ബോളിൽ 30 റൺസ് വേണം, 30 ബോളിൽ 30 റൺസ്, 6 വിക്കറ്റ് ബാക്കി, ക്ലാസനും മില്ലറും നിൽക്കുന്നു. ഇതിനപ്പുറം ജയിക്കാൻ വേറെ എന്ത് വേണം? അവിടെ നിന്നാണ് ഒരു മനുഷ്യൻ പോലും ആലോചിക്കാത്തടത്ത് നിന്ന്, ചിന്തിക്കാത്തടത്ത് നിന്നാണ് ഇന്ത്യ തിരിച്ചു വന്നത്. അവിടെ നിന്നാണ് ഇന്ത്യ 7 റൺസിന് ജയിക്കുന്നത്. മനസ്സിലാക്കണം, 7 റൺസിന്. അവിടെ ബുംറ എറിഞ്ഞു, വെറും 4 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട്. ഹാർദിക് പാണ്ഡ്യ വിക്കറ്റോടെ വെറും 4 റൺസ്, വീണ്ടും ബുംറ എറിയുന്നു, വീണ്ടും 4 റൺസ്, അങ്ങനെ വിട്ടുകൊടുത്ത അവസാനം 2 ഓവറിൽ, മനസ്സിലായോ, 5 ഓവറിൽ 30 റൺസ് മതി. 5 ഓവറിൽ വെറും 30 റൺസ് മതിയായിരുന്നു. അവിടെ നിന്ന് അവസാനം 12 ബോളിൽ 20 റൺസ് വേണം എന്നുള്ള നിലയിലെത്തുന്നു. അവസാനം 6 ബോളിൽ 16 റൺസ് വേണം എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ച കാരണം ഇവരെല്ലാമാണെന്ന് തന്നെ പറയാം. ഒരിക്കലും ആരും മനസ്സിൽ കൂടി കരുതാത്ത, അതായത് 30 ബോളിൽ 30 റൺസ് എടുക്കണം, 6 ബാറ്റ്സ്മാൻമാർ മിച്ചമുണ്ട് എന്ന് പറയുമ്പോൾ ആരാ ചിന്തിക്കുക? അതും വേൾഡ് കപ്പ് പോലത്തുള്ള ഫൈനലിൽ മില്ലറിനെയും ക്ലാസനെയും പോലുള്ള ലോകോത്തര ബാറ്റ്സ്മാൻ വരുന്ന അടിച്ച് പൊളിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പോലും ചിന്തിച്ച് കാണത്തില്ല ഇന്ത്യ ഇമാതിരി ജയിക്കുമെന്ന്. അവിടെ നിന്ന് ദൈവം നമുക്ക് വേണ്ടി കളിച്ചു, അവിടെ ദൈവം നമ്മുടെ കൂടെ നിന്നു. അവിടെ ഈ പറയുന്ന രോഹിത് ശർമ്മയുടെ നല്ല മനസ്സ്, ഇത്രയും കാലം അവൻ എടുത്ത അധ്വാനത്തിന്റെ ഫലം അവിടെ നമുക്ക് തിരിച്ചു കിട്ടും. അവിടെ ബുംറ എന്ന് പറയുന്ന മരണീയമായ ബൗളിംഗ് കൊണ്ടുവന്ന
ഒരിക്കലും നമുക്ക് ഈ ബുംറയെ പോലൊരു ബൗളർ ഇനി ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അമ്മാതിരി ബൗളിംഗ് ആണ് ഈ ബുംറ എറിഞ്ഞത്. ഹാർദിക് പാണ്ഡ്യ നിർണായക ഘട്ടങ്ങളിൽ എടുത്ത ക്ലാസന്റ് ആ വിക്കറ്റ് നിർണായകം, അതും ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. ഇതെല്ലാം പോയിട്ട് അവസാനം ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യ അവസാനം കൊണ്ടെറിഞ്ഞ ആ ഒരു ബോൾ ഫുൾ ടോസ് ആയിരുന്നു. അവിടെയും ഭാഗ്യം നമ്മളെ കൂടെ. അന്ന് ആ ടെമ്പറമെന്റ് നഷ്ടപ്പെടാതെ ക്യാച്ച് എടുത്ത സൂര്യകുമാറിനെ നിങ്ങൾക്ക് കുറച്ച് കാണാൻ പറ്റുമോ? അതൊരു ടേണിംഗ് പോയിന്റ് അല്ലേ? സൂര്യകുമാർ ആ ക്യാച്ച് കിട്ടുന്നെങ്കിൽ നമ്മൾ തോറ്റത് വെറും 7 റൺസിനാണ്. ആ 6 പോയിരുന്നെങ്കിൽ അപ്പൊ തന്നെ 6 റൺസ് കിട്ടിയെന്നെ ആണോ? അല്ലെങ്കിൽ അവിടെ തോറ്റു. അപ്പം രോഹിത് ശർമ്മ ഈ പറയുന്ന രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പറയാതിരിക്കാൻ പറ്റും. ഉഡാൻ നീളം എങ്ങനെ ബോളേഴ്സിനെ മാറ്റി കൊണ്ടുവന്ന ടെമ്പർമെന്റ് ഇത്രയും 30 റൺസ് മതി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ജയിപ്പിച്ചെടുക്കണമെങ്കിൽ ആ ക്യാപ്റ്റൻസി നിർണായകമല്ലേ? ആണോ? അപ്പോൾ ഹാർദിക് പാണ്ഡ്യ വന്ന് എന്ത് ചെയ്യുന്നു? ക്ലാസിന്റെ വിക്കറ്റ് എടുക്കുന്നു. വളരെ നിർണായകമല്ലേ? ആ ക്ലാസിന്റെ വിക്കറ്റ് പോയില്ലായിരുന്നെങ്കിലോ ഇന്ത്യ കളി തോക്കുമായിരുന്നു. രോഹിത് ശർമ്മ അങ്ങനെ ഒരു ബൗളിംഗ് ചേഞ്ച് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ ഇന്ത്യ കളി തോക്കുമായിരുന്നു. സൂര്യകുമാർ യാദവ് ആ ക്യാച്ച് എടുത്തില്ലെങ്കിലോ ഇന്ത്യ കളി തോക്കുമായിരുന്നു. ഈ പറയുന്ന ബുംറ ആ 2 ഓവർ വിക്കറ്റും എടുത്ത് 4 റൺസ് മാത്രമേ വിട്ടുകൊടുത്തു. അതിൽ കൂടുതൽ വിട്ടുകൊടുത്തിരുന്നെങ്കിലോ ഇന്ത്യ തോക്കുമായിരുന്നു. അവസാനം വന്നിറങ്ങ അർഷദീപ് സിംഗ് എത്ര 2 റൺസോ 3 റൺസോ ഒന്നിന് വിട്ടുകൊടുത്തത് വിക്കറ്റും എടുത്തുകൊണ്ട്, അതും നിർണായകമായിരുന്നു. എല്ലാവരും ഈക്വലി എന്താണ് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരാൾ കുറഞ്ഞു പോയിരുന്നു, ഒരാളുടെ സംഭാവന നഷ്ടപ്പെട്ടു പോയിരുന്നു എങ്കിൽ ഇന്ത്യ കളി തോറ്റേനെ. അതാണ് ഞാൻ നിങ്ങൾ മുമ്പേ പറഞ്ഞത്. ഈ പറയുന്ന സെമിയിൽ നമ്മൾ ജയിച്ച ടീമിനെ ഒരു കാരണവശാലും മാറ്റരുത്. അവർ അതുപോലെ ഇറക്കണം. ഫോം ഔട്ടായി നിങ്ങളെല്ലാം പറഞ്ഞു വിരാട് കോഹ്ലിനെ ഇന്നലെ മാറ്റി നിർത്തിയിരുന്നെങ്കിലോ ഈ 76 റൺസ് 6 അടിക്കുമായിരുന്നു. ശുഭൻ ദുബെ മാറ്റി നിർത്തിയിരുന്നെങ്കിലോ ഈ പറയുന്ന 24 റൺസ് 6 അടിക്കുമായിരുന്നു. ഭരണവന്റെ അക്കായി പോയാലോ. അപ്പൊ ഈ നമുക്കൊരു കോമ്പിനേഷൻ ഉണ്ട്. നമുക്കൊരു എന്താ പറയുക ഒരു കൂട്ടായ്മയുണ്ട്. നമ്മുടെ ഒത്ത് കളി ഇത്രയും കളി ജയിച്ച് അവൻ ഒരു സംഭാവനയും നൽകിയില്ലെങ്കിൽ അവൻ 3-4 കളി കൊണ്ട് ടക്കാണെങ്കിൽ കൂടി ഇന്ത്യ കളി ജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ത്യ കളി ജയിക്കുന്നുണ്ട്. അവൻ കളിച്ചില്ലെങ്കിൽ കൂടി ഇന്ത്യ കളി ജയിക്കുന്നു. അപ്പൊ അവസാന ഘട്ടങ്ങളിൽ കൊണ്ട് അവനെ മാറ്റുമ്പോൾ ആ ഒരു എന്താണ് ഒരു ഒത്തൊരുമ പോകും. പിന്നെ ടീം വേറെ ഇവൻ സങ്കടപ്പെട്ടാ പോകുന്നത്. ഇത്രയും കളി കളിച്ചിട്ട് പിന്നെ ഫൈനലിൽ മാറ്റിയല്ലോ എന്നുള്ള സങ്കടം അവൻ്റെക്കാണ്. ആ സങ്കടം പേറിക്കൊണ്ടാണ് അടുത്ത നമ്മൾ ഇന്ത്യ കളിക്കളത്തിറങ്ങുന്നത്. അത് നമുക്ക് നെഗറ്റീവായിട്ട് ഫലിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളൊക്കെ അന്ധവിശ്വാസങ്ങളൊക്കെ പറയുമെങ്കിലും ചിലയിടത്തൊക്കെ നമ്മൾ ഇതൊക്കെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എത്ര വലിയ ഈ പറയുന്ന നമ്മുടെ സയന്റിസ്റ്റ് വരെ അവര് വരെ ഈ പറയുന്ന റോക്കറ്റ് വിടുന്നതിന് മുമ്പ് പൂച്ച വിടുന്നത്. അപ്പോൾ അത് അന്ധവിശ്വാസമാണ്. അത് മനസ്സിലൊരു ധൈര്യമാണ്, മനസ്സിന് കിട്ടുന്ന ഒരു ധൈര്യമാണ്. അത് മനസ്സിലായോ? അല്ലാതെ ദൈവം വന്ന് ചെയ്ത് അതൊരു മനസ്സിനൊരു ധൈര്യം, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ ചിലവരൊക്കെ അന്ധവിശ്വാസം. ഞാൻ ഇന്നത് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ സംഭവം ചെയ്യുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമെങ്കിൽ ഞാൻ അത് ചെയ്യുക. അത്രയേ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ എന്തായാലും ഇന്നലെ ഇന്ത്യ ജയിച്ചതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കും ഉണ്ട്. ഒരു മനുഷ്യന്റെ പിന്നെ എഫേർട്ട് മാറിയിരുന്നുവെങ്കിൽ ഇപ്പം ശിവൻ ദുബെ ആരും ആയിക്കോട്ടെ ഒരു ചെറിയ എഫേർട്ടെങ്കിലും ഇടാതിരുന്നുവെങ്കിൽ ഇന്ത്യ കളി തോറ്റ തന്നെ. എല്ലാവരും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിരുന്നു. എല്ലാവരും എല്ലാവരുടെ കയ്യിലുമുണ്ട് ട്രെയിനിങ് പോയിന്റ്. അത് ഹാർദിക് പാണ്ഡ്യ ആയിക്കോട്ടെ, സൂര്യകുമാർ ആയിക്കോട്ടെ, വിരാട് കോഹ്ലി ആയിക്കോട്ടെ, രോഹിത് ശർമ്മ ആയിക്കോട്ടെ, അർഷദീപ് സിംഗ് ആയിക്കോട്ടെ, ഈവൻ ആരാണ് നമ്മുടെ ബുംറ വരെ ആയിക്കോട്ടെ, പിന്നെ എല്ലാവരും അവരുടേതായ ഇത്രയും ടെൻഷൻ അടിച്ച് 30 റൺസ് വേണമെന്നുള്ള നിലയിൽ നിന്ന് ടെമ്പറമെന്റ് നഷ്ടപ്പെടാതെ നിന്ന ഇന്ത്യൻ ടീം മൊത്തം ആ ക്യാച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ക്യാച്ച് സൂര്യകുമാർ യാദവ് എടുത്തത്. അവൻ അത്രയും ടെമ്പറമെന്റ് അത്രയും ആ ഒരു പവർ ഉള്ളത് കൊണ്ടല്ലേ അവൻ അത് എടുത്തത്. മറ്റാരെങ്കിലും ആണെങ്കിലാ ചുമ്മാ വെളിയിൽ കിടന്നെ തട്ടിയെടുത്ത് അകത്തിട്ടന്നെ. പാകിസ്ഥാൻ ആയിരുന്നെങ്കിലാ, പാക്കികളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? പാർക്കികളതിനെ തട്ടിയെടുത്ത് അകത്ത് കിടന്നതിനെ എടുത്ത് പുറത്തിട്ടേനെ 6 ആക്കി കൊടുത്തു. അപ്പൊ ആ ഒരു പ്രഷർ ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അവിടെ കൃത്യമായിട്ട് സത്യം പറഞ്ഞാൽ ദൈവം എന്നല്ല നമ്മളെ കൂടെ ഉണ്ട്. ഇത്രയും നമ്മുടെ ഈ 240 കോടി വരുന്ന ജനങ്ങളുടെ പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ജയിച്ചത്. അതുകൊണ്ട് മാത്രമൊന്നല്ല, അതും കൂടി വേണം. നമുക്ക് ഒരു ഭാഗ്യം കൂടി വേണം. എല്ലാത്തിലും എത്ര കഴിവുണ്ടെങ്കിലും ഭാഗ്യത്തിന്റെ കുറവുണ്ടെങ്കിലും അവൻ തോറ്റുപോകില്ല അവസാനം. ആ ഭാഗ്യം ഇന്നലെ ഇന്ത്യയെ തുണച്ചു. എന്തായാലും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും T20 ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. അവർക്ക് ഇത്രയും നല്ലൊരു വിടവാങ്ങൽ മറ്റൊരിടത്തും കിട്ടില്ല. സ്വപ്ന തുല്യമായ വിടവാങ്ങലോടുകൂടിയാണ് അവർ പോയത്. ഇനി നമുക്ക് അവരെ ഒണ്ടയിലും ഈ പറയുന്ന ഏതിലാണ് ടെസ്റ്റ് നമുക്ക് കാണാം. ഇനി പുതിയ താരങ്ങളുടെ ഉയർച്ചെഴുന്നേൽപ്പ് വരട്ടെ, നമുക്ക് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് ഇനി അങ്ങോട്ട് പൊളിക്കണം. നമ്മുടെ ഈ ക്രിക്കറ്റ് ചാനൽ ഇങ്ങനെ വളർന്ന് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന എന്താണ് 1 ലാഖിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഒരു 10,000 ലാഖ്
ആഗ്രഹമല്ലേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് വെക്കും. നമുക്ക് ഇനി അങ്ങോട്ട് ക്രിക്കറ്റിന്റെ തന്നെ, ഞാൻ ഇനി മറ്റേ ചാനൽ വലുതായിട്ട് പോകത്തില്ല. ഇനി ഈ ക്രിക്കറ്റ് ചാനലിൽ തന്നെ ഇനി വരുന്ന എല്ലാ കളികളും അതിന്റെ പ്രിവ്യൂവും ആഫ്റ്റർ മാച്ച് എല്ലാം നമ്മളിട്ട് ഓരോ ദിവസം കുറഞ്ഞത് ഒരു വീഡിയോ എങ്കിലും വിടണമെന്നാണ് ആഗ്രഹം. അത് ഞാൻ ചെയ്തിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കാണണം. നമുക്ക് വീണ്ടും കാണാം. ശരി.